എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോറിൻ വേർഡ്സ് ആണ് കേട്ടോ. ഇപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ടൈപ്പ് ഉണ്ടല്ലോ, അതേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ വേർഡും അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു പോവാം. പിന്നെ ഒരു കാര്യം കൂടെ, ഫോറിൻ വേർഡ്സ് ആണ്, അപ്പൊ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ ഒന്നും ആയിരിക്കില്ല കേട്ടോ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേഗം ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് വൺ, ഡെബ്യൂ. ഡെബ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺസ് ഫസ്റ്റ് അപ്പിയറൻസ് ഓർ പെർഫോമൻസ്. നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നതാണ് അല്ലെ. അപ്പൊ ഒരാളുടെ ഫസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ അപ്പിയറൻസ്, അതിനെയാണ് എന്ത് പറയാ? ഡെബ്യൂ എന്ന് പറയാ കേട്ടോ. സ്പെല്ലിംഗ് നോക്കിയേ, DEBUT, ടിബറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഡെബ്യൂ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ അപ്പിയറൻസിനെയാണ് പറയാ. അടുത്ത് നോക്കാം, ഡോപ്പൽ ഗ്യാങ്ങർ. ഡോപ്പൽ ഗ്യാങ്ങർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരേപോലെ തോന്നുന്ന, ഡബിൾ ഓഫ് എ ലിവിങ് പേഴ്സൺ കേട്ടോ. ഡബിൾ ഓഫ് എ ലിവിങ് പേഴ്സൺ. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ പറയില്ലേ, ഏതാണ്ട് ഇതേപോലെയുള്ള ഒരു ആളെയും കൂടെ എനിക്ക് അറിയാം എന്നൊക്കെ പറയില്ലേ. അപ്പോ ലുക്ക് വൈസോ അല്ലെങ്കിൽ ബിഹേവിയർ വൈസോ ആയിട്ട് ഡബിൾ ഓഫ് എ പേഴ്സൺ, ലിവിങ് പേഴ്സൺ എന്ന് മീനിങ് വരുന്ന ഒരു വേർഡാണ് ഡോപ്പൽ ഗ്യാങ്ങർ. ഓക്കെ, നോൺ ബയോളജിക്കലി റിലേറ്റഡ് ലുക്ക് എലൈക്ക് ഓർ ഡബിൾ ഓഫ് എ ലിവിങ് പേഴ്സൺ. അപ്പൊ നമുക്ക് ഓർത്ത് വെക്കാം, ഡോപ്പൽ ഗ്യാങ്ങർ എന്ന് പറയുമ്പോൾ ഗ്യാങ് ആലോചിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ഗ്യാങ്ങിലെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പോലത്തെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഡോപ്പൽ ഗ്യാങ്ങർ എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ഓഫ് എ ലിവിങ് പേഴ്സൺ. അടുത്ത് നോക്കാം, എമിനൻസ് ഗ്രീസ്. എമിനൻസ് ഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു എക്സസൈസസ് പവർ ഓർ ഇൻഫ്ലുവൻസ് ഇൻ എ സർട്ടൺ സ്ഫിയർ വിതൗട്ട് ഹോൾഡിംഗ് ആൻ ഒഫീഷ്യൽ പൊസിഷൻ. അതായത് ഒഫീഷ്യൽ പൊസിഷൻ ഇല്ലെങ്കിലും പവർ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? എമിനൻസ് ഗ്രീസ് കേട്ടോ. എമിനൻസ് ഗ്രീസ്. അപ്പൊ പവർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് പറയാ? എമിനൻസ് ഗ്രീസ് എന്ന് പറയാ. യുറേക്ക നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. യുറേക്ക എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡ് ആണെന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കാം, ചിലപ്പോൾ അതും ചോദിക്കാം കേട്ടോ. അപ്പൊ യുറേക്ക എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്താ? ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്. അറിയായിരിക്കുമല്ലോ നമ്മുടെ ആർക്കിമിഡിസിന്റെ ഒക്കെ. ഓക്കെ, എക്സ്ക്ലമേഷൻ ഓഫ് ട്രയംഫ് അറ്റ് എ ഡിസ്കവറി, മീനിങ് ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്. യുറേക്കയുടെ സ്പെല്ലിംഗ് കൂടെ പഠിച്ചു വെക്കുക, EUREKA ആണ് കേട്ടോ. അടുത്ത് നോക്കാം, ഫെയ്റ്റ് അക്കംപ്ലി. ഫെയ്റ്റ് അക്കംപ്ലി എന്ന് പറഞ്ഞാൽ ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്ട് ആണ്. ഒരു അക്കംപ്ലിഷ്ഡ് ഫാക്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫെയ്റ്റ് അക്കംപ്ലി എന്ന് പറയാ. എന്താണ് അക്കംപ്ലിഷ്ഡ് ഫാക്ട്? നെക്സ്റ്റ്, ഗസേബോ. ഗസേബോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഗാർഡനിലൊക്കെ ഇതേപോലെ ഉണ്ടാവുന്ന ഒരു ഓപ്പൺ സൈഡഡ് സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിനെയാണ് എന്ത് പറയാ? ഗസേബോ. അപ്പൊ ഗാർഡനിൽ ഉണ്ടാവുന്ന എന്നുള്ള രീതിയിൽ തന്നെ ഓർത്ത് വെക്കാം അല്ലെ. ഗസേബോ, ഗാ വെച്ചിട്ട് തന്നെ ഗാർഡൻ. ഗസേബോ, ഗാർഡനിൽ ഉണ്ടാവുന്ന ഇതേപോലെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് പറയുന്നത് കേട്ടോ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പിൽ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. അതിനകത്ത് ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, അതുപോലെ തന്നെ 800 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സെഷൻസും കൂടി ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സിന്റെ പ്രൈസ് 399 റുപ്പീസ് ആണ്, ടോട്ടൽ പ്രൈസ് ആണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷും മലയാളം കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം, കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. അടുത്ത് നോക്കാം, ഹുബ്രിസ്. ഹുബ്രിസ് എന്ന് പറഞ്ഞാൽ എക്സസീവ് പ്രൈഡ് ഓർ സെൽഫ് കോൺഫിഡൻസ്. വളരെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല പ്രൗഡ് അല്ലെങ്കിൽ വളരെ പ്രൈഡ് ഉള്ള, എക്സസീവ് പ്രൈഡ് ഉള്ള ഒന്നിനെയാണ് എന്ത് പറയാ? ഹുബ്രിസ് എന്ന് പറയാ കേട്ടോ. ഹുബ്രിസ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഹബ്ബ് എന്ന് ആലോചിക്കാം അല്ലെ. ഹബ്ബ്, നമ്മുടെ ഹബ്ബിലൊക്കെ ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ നല്ല കോൺഫിഡൻസോടെ ആയിരിക്കും ഹബ്ബിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുക എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഹബ്ബ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഹബ്ബിലൊക്കെ പോകുമ്പോൾ നല്ല കോൺഫിഡൻസ് വേണം, സെൽഫ് കോൺഫിഡൻസ് വേണം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഹബ്രിസ്, ഇറ്റ് മീൻസ് വാട്ട്? എക്സസീവ് പ്രൈഡ് ഓർ സെൽഫ് കോൺഫിഡൻസ്. അടുത്ത എഡ്ഹോക്ക് ആണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയായിരിക്കും എഡ്ഹോക്ക് അല്ലെ. ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് എഡ്ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോ പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു കെലാമിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് രൂപം കൊള്ളുന്ന ഒരു കമ്മിറ്റി, അതിനെയാണ്, അല്ലെങ്കിൽ ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒന്ന് കേട്ടോ, അതിനെയാണ് നമ്മൾ എഡ്ഹോക്ക് എന്ന് പറയുന്നത്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട്. അടുത്ത എൽമ മാറ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, ദ സ്കൂൾ, കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ദാറ്റ് വൺ ഹാസ് അറ്റൻഡഡ്. ഓൾട്ടർ ഈഗോ. ഓൾട്ടർ ഈഗോ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റിമേറ്റ് ഫ്രണ്ട് ആണ്. ഓൾട്ടർ ഈഗോ എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ് ഫ്രണ്ട്. നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടിന് ഈഗോ ഇല്ല എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം അല്ലെ. നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടിന് ഒരിക്കലും ഈഗോ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കാം, അവാന്റ് ഗാർഡെ. അവാന്റ് ഗാർഡെ എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ്, എസ്പെഷ്യലി ഇൻ ദി ആർട്സ്. അവാന്റ് ഗാർഡെ,
ഓക്കെ. അപ്പൊ ഗാർഡി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗാർഡൻ എന്ന് ഓർക്കാം അല്ലെ, ഒരു എന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ഗാർഡൻ ആയില്ലേ. ഗാർഡനിലൊക്കെ പലരും നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അവന്റ് ഗാർഡി എന്ന് പറയുമ്പോൾ അവന്റെ ഗാർഡനിൽ അവൻ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാലോ അല്ലെ. അവന്റ് ഗാർഡി അവന്റെ ഗാർഡനിൽ. ബോണാഫൈഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത് ആണ്, അല്ലെങ്കിൽ ജെനുവിൻ എന്നുള്ളൊരു മീനിങ് ആണ് ബോണാഫൈഡ് കേട്ടോ. അതിന്റെ ആന്റണിം എന്താ, മെലഫൈഡ് നമ്മൾ പറയാറുണ്ട് അല്ലെ, ബാഡ് ഫെയ്ത്ത് ആണ്. ഇനി കാർട്ടെ ബ്ലാങ്കെ നമ്മുടെ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കാർട്ടെ ബ്ലാങ്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീഡം ആണ്. ബ്ലാങ്ക് ചെക്കിൽ നമുക്കൊരു ബ്ലാങ്ക് ചെക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടാവും, എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാൻ അല്ലെ, പൈസ എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാൻ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. കാർട്ടെ ബ്ലാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലാങ്ക് ചെക്കുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കാർട്ടെ ബ്ലാങ്ക് ഇറ്റ് മീൻസ് വാട്ട്, ഇറ്റ് മീൻസ് കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺസ് വിഷസ് എന്നുള്ളതാണ് കാർട്ടെ ബ്ലാങ്കെ. അടുത്ത ക്യാവിയറ്റ് ആണ്. ക്യാവിയറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ്. വാർണിംഗ് കേട്ടോ, ഒരു വാർണിംഗ് കൊടുക്കുക, ഒരു താക്കീത്, അല്ലെങ്കിൽ കോടതിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ക്യാവിയറ്റ് കേട്ടോ. ഒരു വാർണിംഗ് കൊടുക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും വേർഡ്സുകൾ ഒന്നും കൂടെ നോക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാം. ഡെബ്യൂ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫസ്റ്റ് അപ്പിയറൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് അല്ലെ, മൈൻഡിലേക്ക് കൊണ്ടുവരണേ. ഡോപ്പിൾ ഗ്യാങ്ങർ എന്ന് പറഞ്ഞാൽ എന്താ, ഡോപ്പിൾ ഗ്യാങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഓഫ് എ ലിവിങ് പേഴ്സൺ. എമിനൻസ് ഗ്രീസ് എന്ന് പറഞ്ഞാൽ എന്താ, എമിനൻസ് ഗ്രീസ് എ പേഴ്സൺ ഹു എക്സസൈസസ് പവർ ഓർ ഇൻഫ്ലുവൻസ് ഇൻ എ സർട്ടൻ സ്ഫിയർ വിതൗട്ട് ഹോൾഡിംഗ് ആൻ ഒഫീഷ്യൽ പൊസിഷൻ. യുറേക്ക എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്. ഫെയ്റ്റ് അക്കംപ്ലിഷ്ഡ് ഫാക്റ്റ് ആണ്. ഗസേബോ എന്ന് പറഞ്ഞാലോ ഒരു ഓപ്പൺ സൈഡഡ് സ്ട്രക്ചർ ഓപ്പൺ ഫൗണ്ട് ഇൻ ഗാർഡൻസ് ആണ്. ഹുബ്രിസ് എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് ആണ് അല്ലെ, നമ്മുടെ ഹബിലൊക്കെ പോകുമ്പോൾ നല്ല സെൽഫ് കോൺഫിഡൻസ് വേണമെന്ന് ഓർത്ത് വെക്കാം. എഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് ആണ്. എൽമ മാറ്റർ എന്താ, നമ്മുടെ സ്കൂള്, കോളേജ് ഓർ യൂണിവേഴ്സിറ്റി അല്ലെ, ദാറ്റ് വൺ ഹാസ് സ്റ്റഡീഡ്. ഓൾട്ടർ ഈഗോ ഇന്റിമേറ്റ് ഫ്രണ്ട്, നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടിന് ഓൾട്ടർ ഈഗോ അല്ലെങ്കിൽ ഈഗോ ഉണ്ടാവാൻ പാടില്ല എന്ന് ഓർക്കാം. അവാന്റ് ഗാർഡൻ എന്ന് പറയുമ്പോൾ അവന്റെ ഗാർഡനിൽ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ഓർക്കാം. ബോണോഫൈഡ് ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ജെനുവിൻ. കാർട്ടെ ബ്ലാങ്കെ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺസ് വിഷ്. ക്യാവിയറ്റ് എന്ന് പറഞ്ഞാൽ വാർണിംഗ് എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, 15th വേർഡായി കോപ്ഡെ എറ്റാറ്റ്. കോപ്ഡെ എറ്റാറ്റ് എന്ന് പറഞ്ഞാൽ സഡൻ വയലന്റ് ആൻഡ് ഇലീഗൽ സീഷർ ഓഫ് പവർ ഫ്രം എ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഓവർത്രോ ഓഫ് എ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഓവർത്രോ ഓഫ് പവർ. അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയാ, കോപ്ഡെ എറ്റാറ്റ് കേട്ടോ. ഓവർത്രോ ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. കോപ്ഡെ എറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിനെ അവിടെ നിന്ന് ഓവർത്രോ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഡി ഫാക്ടോ എന്ന് പറയുമ്പോൾ ആ ഫാക്ട് എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത് അല്ലെ. ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ ഇൻ ഫാക്ട്, ഓക്കെ, വെദർ ബൈ റൈറ്റ് ഓർ നോട്ട്. അപ്പോൾ ഇൻ ഫാക്ട് എന്നുള്ള ഒരു മീനിങ് ആണ് ഡി ഫാക്ടോ. ദേജാവു നിങ്ങൾക്ക് അറിയായിരിക്കണം. ദേജാവു എന്ന് പറഞ്ഞാൽ എന്താ, ദ ഫീലിംഗ് ദാറ്റ് വൺ ഹാസ് ലിവ്ഡ് ത്രൂ ദി പ്രസന്റ് സിറ്റുവേഷൻ ബിഫോർ. അതായത് ചില സിറ്റുവേഷനിൽ നമുക്ക് തോന്നില്ലേ ഇത് മുമ്പ് എപ്പോഴോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ദേജാവു എന്ന് പറയാ കേട്ടോ, ദേജാവു. എൻമാസെ എന്ന് പറയുമ്പോൾ ഇന്ന ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഒരു മാസായിട്ട്, ഒരു എന്താ പറയാ, ഒരു ഗ്രൂപ്പായിട്ട് കേട്ടോ, അല്ലാണ്ട് വെയിറ്റ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്രൂപ്പ്, ഓൾ ടുഗെദർ എന്നുള്ള ഒരു മീനിങ് ആണ് എൻമാസെ. എൻ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഓൺ ദ വേ അല്ലെ, ഓൺ ദ വേ ആണ് എൻ റൂട്ട്. എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ ബൈ വേർച്യൂ ഓഫ് വൺസ് പൊസിഷൻ ഓർ ഓഫീസ് ആണ്, ഒരാളുടെ പൊസിഷൻ ബൈ വേർച്യൂ ഓഫ് വൺസ് പൊസിഷൻ ഓർ ഓഫീസ്, അതാണ് എക്സ് ഒഫീഷ്യോ. ഫോക്സ് പാസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബ്ലണ്ടർ. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഫോക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറുക്കനെ ഓർക്കാം. ഈ ഫോക്സ് എക്സാമിനൊക്കെ പാസ്സാവാന്ന് പറഞ്ഞാൽ സോഷ്യൽ ബ്ലണ്ടർ ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം അല്ലെ. അപ്പോ ഫോക്സ് പാസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബ്ലണ്ടർ ആണ്. ജെൻട്രി എന്ന് പറഞ്ഞാൽ എന്താ, ജെൻട്രി എന്ന് പറഞ്ഞാൽ എ കാറ്റഗറി ഓഫ് ആർട്ടിസ്റ്റിക് കമ്പോസിഷൻ. ഓക്കെ, അതിനാണ് ജെൻട്രി എന്ന് പറയുന്നത് കേട്ടോ, കാറ്റഗറി ഓഫ് ആർട്ടിസ്റ്റിക് കമ്പോസിഷൻ. ഇപ്സോ ഫാക്ടോ, അതും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്സോ ഫാക്ടോ എന്ന് പറഞ്ഞാൽ ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ് ആണ് ഇപ്സോ ഫാക്ടോ. മോഡസ് ഓപ്പറൻഡി, എങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അല്ലെ, മെത്തേഡ് ഓഫ് ഓപ്പറേറ്റിംഗ് ഓർ ഫംഗ്ഷനിങ്. ആ പേരിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം. നമ്മൾ സാധനങ്ങളൊക്കെ, ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ ഒരു ഇതെങ്ങനെ വർക്ക് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ കാണിക്കുന്ന ഒരു ലീഫ്ലെറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, മോഡസ് ഓപ്പറൻഡി കേട്ടോ, മെത്തേഡ് ഓഫ് ഓപ്പറേറ്റിംഗ് ഓർ ഫംഗ്ഷനിങ്. നോം ഡെ പ്ലൂം. നോം ഡെ പ്ലൂം എന്ന് പറഞ്ഞാൽ പ്ലൂം പെൻ നെയിം ആണ്. ഓക്കെ, നോമിന്റെ പേരെന്താന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം അല്ലെ, നോം ഡെ പ്ലൂം. അപ്പോ പെൻ നെയിം കേട്ടോ, പെൻ നെയിമിനെയാണ് നമ്മൾ നോം ഡെ പ്ലൂം എന്ന് പറയാം. പ്രൈമ ഫാസി. പ്രൈമ ഫാസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സൈറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് സൈറ്റിനെയാണ് എന്താ പറയാ, പ്രൈമ ഫാസി. ഫസ്റ്റ് സൈറ്റ് നമ്മൾ ഫേസിൽ നോക്കി എന്നൊക്കെ ഓർക്കാം അല്ലെ, ഫാസി ഫേസിൽ നോക്കി ഫസ്റ്റ് സൈറ്റ് ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം.
ക്വിഡ് പ്രോ ക്യോ. ക്വിഡ് പ്രോ ക്യോ എന്ന് പറഞ്ഞാൽ സംതിങ് ഫോർ സംതിങ് ആണ്. അതായത് എന്തെങ്കിലും കൊടുത്തിട്ട് തിരിച്ചൊരു സാധനം റിട്ടേൺ ആയിട്ട് വാങ്ങിക്കുക. നമ്മുടെ ബാർട്ടർ സിസ്റ്റം പോലെ കേട്ടോ. അതിനെയാണ് ക്വിഡ് പ്രോ ക്യോ എന്ന് പറയുക. എ ഫേവർ ഓർ അഡ്വാൻറ്റേജ് ഗ്രാൻറ്റഡ് ഇൻ റിട്ടേൺ ഫോർ സംതിങ്. ഓക്കെ, നമുക്ക് ഓർത്തു വയ്ക്കാം. പ്രോ കൊടുത്തിട്ട് ക്യോ വാങ്ങി എന്ന് ഓർക്കാം അല്ലെ. പ്രോ ക്യോ ഒക്കെ ഏതാണ്ട് ഒരേപോലെ പറയണ പോലെ. അപ്പൊ പ്രോ കൊടുത്തിട്ട് ക്യോ വാങ്ങി. അപ്പൊ ക്വിഡ് പ്രോ ക്യോ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സ്ചേഞ്ച്. ഇനി സെവോയർ ഫെയർ എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു ആക്ട് ഓർ സ്പീക്ക് അപ്രോപ്രിയേറ്റ്ലി ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്. ഓരോ സോഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ പല രീതിയിൽ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ ഒരു മാരേജിന് പോകുമ്പോൾ ആക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു മരിച്ച വീട്ടിൽ പോകുമ്പോൾ ആക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ ഓരോന്നിനും ഓരോ സിറ്റുവേഷനിലും ഓരോ രീതിയിൽ ആക്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സെവോയർ ഫെയർ എന്ന് പറയാ. ഓക്കെ, അപ്പൊ ഫെയർ ആയിട്ട് തന്നെ ആക്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. സ്റ്റാറ്റസ് ക്യൂവോ. സ്റ്റാറ്റസ് ക്യൂവോ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ. എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. നമുക്ക് എല്ലാവർക്കും സ്റ്റാറ്റസ് അറിയായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു പ്രസന്റ് സ്റ്റേറ്റ്, അതിനെയാണ് സ്റ്റാറ്റസ് ക്യൂവോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാബുല രസ എന്ന് പറഞ്ഞാൽ ക്ലീൻ സ്ലേറ്റ് ആണ്. നമുക്ക് ഓർത്ത് വെക്കാം, ടേബിൾ നല്ല രസമാണെന്ന് ഓർത്ത് വെക്കാം അല്ലെ. കേട്ടോ, ടേബിൾ നല്ല രസമാണ്. അപ്പോ നല്ല ക്ലീൻ ആണെങ്കിൽ ടേബിൾ കാണാൻ നല്ല രസമാണെന്നുള്ള രീതിയിൽ ഓർക്കാം. ടാബുല രസ എന്ന് പറഞ്ഞാൽ ക്ലീൻ സ്ലേറ്റ് ആണ്. ക്ലീൻ സ്ലേറ്റ്. വെർസസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയായിരിക്കുമല്ലോ, എഗെയിൻസ്റ്റ് ആണ് അല്ലെ. ദാറ്റ് ഇസ് എ ലാറ്റിൻ വേർഡ്. ഒരു ലാറ്റിൻ വേർഡ് ആണെന്നും കൂടി അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ വേഴ്സസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എഗെയിൻസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത്. നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. കോപ്ഡി എറ്റാറ്റ് എന്ന് പറഞ്ഞാൽ സഡൻ, വയലന്റ് ആൻഡ് ഇലീഗൽ സീഷർ ഓഫ് പവർ ഫ്രം എ ഗവൺമെന്റ്. ഡി ഫാക്ടോ, ഇൻ ഫാക്ട്, വെദർ ബൈ റൈറ്റ് ഓർ നോട്ട്. ദേജാവ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഫീലിംഗ് ദാറ്റ് വൺ ഹാസ് ലിവ്ഡ് ത്രൂ ദ പ്രസന്റ് സിറ്റുവേഷൻ ബിഫോർ. എൻ മാസെ എന്ന് പറഞ്ഞാൽ ഇൻ എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓൾ ടുഗെദർ. എൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ, നമ്മുടെ റൂട്ട് ഓർക്കുക കേട്ടോ. എക്സ് ഒഫീഷ്യോ, ബൈ വെർച്യൂ ഓഫ് വൺസ് പൊസിഷൻ ഓർ ഓഫീസ്. ഫോക്സ് പാസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബ്ലണ്ടർ ആണ് അല്ലെ. ജനറൽ എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഓഫ് ആർട്ടിസ്റ്റിക് കമ്പോസിഷൻ. ഇപ്സോ ഫാക്ടോ എന്ന് പറഞ്ഞാൽ ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ്. മോഡസ് ഓപ്പറൻഡി, എ മെത്തേഡ് ഓഫ് ഓപ്പറേറ്റിംഗ് ഓർ ഫംഗ്ഷനിങ്. നോം ഡേ പ്ലൂം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പെൻ നെയിം. പ്രൈമ ഫാസി എന്ന് പറഞ്ഞാൽ അറ്റ് ഫസ്റ്റ് സൈറ്റ്, ബേസ്ഡ് ഓൺ ഇനീഷ്യൽ ഇംപ്രഷൻ. ക്വിഡ് പ്രോ ക്യോ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്, റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഫോർ സംതിങ് അല്ലെ. സെവോയർ ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ, എബിലിറ്റി ടു ആക്ട് ഓർ സ്പീക്ക് അപ്രോപ്രിയേറ്റ്ലി ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്. സ്റ്റാറ്റസ് ക്യൂ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ടാബുല രസ എന്ന് പറഞ്ഞാൽ ക്ലീൻ സ്ലേറ്റ്. നമ്മുടെ ടേബിൾ കാണാൻ നല്ല രസമാണ്, നല്ല ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ. വേഴ്സസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എഗെയിൻസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ തോന്നുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട്. ടാബുല രസ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് വൊക്കാബുലറി മാത്രമായിട്ടുള്ള ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും 800 ക്വസ്റ്റ്യൻസും കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സെഷൻസ് ഉണ്ട്. 399 റുപ്പീസ് ആണ് കേട്ടോ. ടോട്ടൽ ഫീ ആണ് പറയുന്നത്, 399 റുപ്പീസ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.